2026 ഏപ്രിൽ 2-ാം വാരം കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കും. കേരളത്തിലെ തിരഞ്ഞെടുപ്പിനുള്ള റിഹേഴ്സൽ ഒരുങ്ങിക്കഴിഞ്ഞു. കേരളം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും തന്ത്രജ്ഞനായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. തെരഞ്ഞെടുപ്പ് 2026 നടക്കുമ്പോൾ UDF ആത്മവിശ്വാസത്തിലായിരുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നേടിയ വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കും എന്നാണ് UDF പറഞ്ഞത്. 100 സീറ്റുകൾ കുറഞ്ഞത് നേടുമെന്ന് അവരുടെ വയനാട് നടന്ന കൺവെൻഷനിൽ അവർ അവകാശപ്പെട്ടു. 90 സീറ്റെങ്കിലും കിട്ടും എന്നാണ് UDFിൻ്റെ ധാരണ. എന്നാൽ UDFിൻ്റെ മോഹങ്ങളെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് പിണറായി വിജയൻ നടത്തിയ പ്രസ്താവന ശ്രദ്ധേയം. 110 സീറ്റുകൾ നേടും എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. പിണറായി വിജയൻ പറഞ്ഞാൽ അത് പറഞ്ഞതുപോലെയാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പിഴയ്ക്കാറില്ല എന്നുള്ളത് ശ്രദ്ധേയം. അതിന് വമ്പൻ പ്രോജക്റ്റാണ് പിണറായി വിജയൻ തയ്യാറാക്കിയിരിക്കുന്നത്. 110 സീറ്റുകൾ നേടിയില്ലെങ്കിലും LDF അധികാരത്തിൽ വരാനുള്ള പ്രോജക്റ്റ്. അദ്ദേഹം മന്ത്രിമാർക്ക് ജില്ലകളുടെ ചാർജ് കൊടുത്തു കഴിഞ്ഞു. ചില മന്ത്രിമാർക്ക് 2 ജില്ലകളുടെ ചാർജാണ് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല 21 ചോദ്യാവലികൾ തയ്യാറാക്കിയിട്ടുണ്ട് ജനങ്ങളുമായി സംവദിക്കാൻ. വീടുകളിലേക്ക് CPM പ്രവർത്തകർ ഇറങ്ങിച്ചെന്ന് 21 ചോദ്യാവലികൾ നൽകും. ആ 21 ചോദ്യാവലികളുടെ അടിസ്ഥാനത്തിൽ, അതിൻ്റെ ഉത്തരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് പ്രവർത്തിക്കും എണ്ണയിട്ട യന്ത്രം പോലെ ഇനിയുള്ള നിർണായകമായ മാസങ്ങളിൽ. ഏതാണ്ട് 58 സീറ്റുകളിൽ ഭൂരിപക്ഷമുണ്ട് ഇപ്പോഴും LDFന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം. ഇനിയൊരു 14 സീറ്റ് നേടിക്കഴിഞ്ഞാൽ, 14 സീറ്റ് നിലനിർത്തി കഴിഞ്ഞാൽ LDFന് അധികാരത്തിൽ വരാം. ഇപ്പോൾ 58 സീറ്റിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള ഭൂരിപക്ഷത്തിൻ്റെ കണക്കാണെങ്കിൽ 58 സീറ്റുകളിൽ LDFന് ഭൂരിപക്ഷമുണ്ട്. ഇനിയൊരു 15 സീറ്റ് നേടിക്കഴിഞ്ഞാൽ LDF വീണ്ടും അധികാരത്തിൽ വരും. മാത്രമല്ല UDFും NDAയും ലീഡ് ചെയ്ത സ്ഥലങ്ങളിൽ, ആ സ്ഥലങ്ങളിലെ MLAമാർ ജനകീയരാണ്. അതുകൊണ്ട് തന്നെ ആ MLAമാർ മത്സരിച്ചാൽ അവരെ തോൽപ്പിക്കുക പ്രയാസമാണ്. ഉദാഹരണത്തിന് വട്ടിയൂർക്കാവ് VK പ്രശാന്താണ് MLA. വട്ടിയൂർക്കാവ് ലീഡ് ചെയ്തത് BJP ആണ്. പക്ഷേ VK പ്രശാന്ത്, മേയർ ബ്രോയായി അറിയപ്പെട്ടിരുന്ന VK പ്രശാന്ത് വട്ടിയൂർക്കാവിൽ മത്സരിച്ചാൽ അത് അദ്ദേഹത്തിൻ്റെ വിജയത്തിന് കാരണമായി മാറും. അങ്ങനെ MLAമാർക്കൊരു സ്വാധീനമുണ്ട് അവരുടെ മണ്ഡലത്തിൽ. പത്തനാപുരത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ലീഡ് ചെയ്തത് UDF ആണ് എന്ന് പറഞ്ഞ് ഗണേഷ് കുമാറിനെ പത്തനാപുരത്തുകാർ തള്ളിക്കളയില്ല. ഗണേഷ് കുമാർ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ ഗണേഷ് കുമാർ അവിടെ വിജയിക്കും എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ അരൂർ, കൊട്ടാരക്കര തുടങ്ങിയ ഇടതു കോട്ടകളിൽ UDF നേടിയ ലീഡ്. അരൂരിൽ 500 താഴെ വോട്ടിൻ്റെ ലീഡാണ് UDF നേടിയത്. കൊട്ടാരക്കര 144 വോട്ടിൻ്റെ ലീഡാണ് നേടിയത്. അത് മറികടക്കാൻ അവിടുത്തെ MLAമാരുടെ കഴിവ് കൊണ്ട് തന്നെ സാധിക്കും. മറ്റൊന്ന്, LDF കഴിഞ്ഞവണ തോറ്റ പാല, കുണ്ടറ മണ്ഡലങ്ങളിലെ ലീഡാണ്. പാലയിലും കുണ്ടറയിലും LDF ലീഡ് നേടിയത് ശ്രദ്ധേയം. പാലയിലെ നിലവിലെ MLA ആയ കേരള ഡെമോക്രാറ്റിക് KDP, കേരള ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാവ് മാണി കാപ്പൻ മണ്ഡലം മാറാൻ തയ്യാറായി നിൽക്കുകയാണ്. ഭരണവിരുദ്ധ വികാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അത് പിണറായി വിജയൻ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം 110 സീറ്റുകൾ എന്നൊരു പ്രോജക്റ്റ് നടപ്പിലാക്കുന്നത്. മന്ത്രിമാർക്കെല്ലാം പണി കൊടുത്തിരിക്കുകയാണ് പിണറായി വിജയൻ. മന്ത്രിമാർക്കെല്ലാം അതാത് ജില്ലകളുടെ ചാർജ് നൽകിയിരിക്കുന്നു. മാത്രമല്ല ജനകീയരായ മന്ത്രിമാർക്ക് 2 ജില്ലകളുടെ ചാർജ് നൽകിയിരിക്കുന്നു. മറ്റൊന്ന്, AK ബാലൻ നടത്തിയൊരു പ്രസ്താവനയാണ്. UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരം ഭരിക്കും, മാറാട് കലാപം വീണ്ടും ഉണ്ടാകുമെന്ന ഒരു പ്രസ്താവന AK ബാലൻ നടത്തി. അതിനെ പൂർണ്ണമായി തള്ളിക്കളയാതെയാണ് പിണറായി വിജയൻ നിലപാടെടുത്തത് എന്നത് ശ്രദ്ധേയം.
ജമാഅത്തെ ഇസ്ലാമിയോട് വിരോധമുള്ള സംഘടനകൾ, മുസ്ലിം സംഘടനകൾ ഒരുപാടുണ്ട്. പ്രത്യേകിച്ചും സമസ്ത പോലുള്ള സംഘടനകൾ. കാന്തപുരത്തിൻ്റെ സുന്നി വിഭാഗം, സമസ്തയിലൊരു വിഭാഗം, അതായത് ജഫ്രിക്കോയ തങ്ങളുടെ വിഭാഗം പിണറായി വിജയനോട് ആഭിമുഖ്യം പുലർത്തുന്ന വിഭാഗമാണ്. കാന്തപുരത്തിൻ്റെ സുന്നി വിഭാഗം അരിവാൾ മുസ്ലിം, അവരെ അറിയപ്പെടുന്നത് തന്നെ അരിവാൾ മുസ്ലിം എന്നാണ്. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ട് ചെയ്യുന്ന മുസ്ലിം വിഭാഗമാണ് സുന്നി വിഭാഗം, കാന്തപുരത്തിൻ്റെ വിഭാഗം. ഇതൊക്കെ പിണറായി വിജയൻ വളരെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കി അതിശ്രദ്ധാപൂർവമാണ് അദ്ദേഹം കരുക്കൾ നീക്കുന്നത് എന്നുള്ളത് വ്യക്തം. ചുരുക്കത്തിൽ UDFിൻ്റെ അമിതമായൊരു ആത്മവിശ്വാസം, ആ ആത്മവിശ്വാസത്തെ നന്നായി മുതലെടുത്തിരിക്കുന്നു പിണറായി വിജയൻ. കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം ക്രൈസ്തവരുടെ ഇടയിൽ അവഗണന അനുഭവിക്കുന്ന സമുദായങ്ങൾക്ക് അവരെ പുനരുദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടികളാകും ഇനി പിണറായി വിജയൻ എടുക്കുക. അങ്ങനെ വരുമ്പോൾ ക്രൈസ്തവ മുസ്ലിം വോട്ടുകളിൽ ഒരു വിഭാഗം ശക്തമായി തന്നിലേക്ക് കേന്ദ്രീകരിക്കാൻ പിണറായി വിജയന് സാധിക്കും. അതുകൊണ്ടാണ് അദ്ദേഹം 110 സീറ്റ് എന്ന അവകാശവാദം ഉയർത്തിയത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടാസ്ക്കാണ് കേവല ഭൂരിപക്ഷം നേടുക എന്നുള്ളത്. മുസ്ലിം ലീഗിന് കഴിഞ്ഞ തവണ കിട്ടിയത് 15 സീറ്റാണ്. ഇത്തവണ അവർ 20 സീറ്റ് പിടിച്ചാലും ബാക്കി 50 സീറ്റിലെങ്കിലും കോൺഗ്രസ് വിജയിക്കേണ്ടി വരും. കോൺഗ്രസിന് നിലവിലുള്ളത് എനിക്ക് തോന്നുന്നു 21 സീറ്റാണ്. അപ്പം അത്ര ഗതികേടാണ് കോൺഗ്രസിൻ്റെ സ്ഥിതിവിശേഷം ഇപ്പോൾ. അപ്പോൾ അവർ 50 സീറ്റ് നേടേണ്ട ഒരവസ്ഥയിലേക്ക് അവർ വരും. ഈ 50 സീറ്റ് എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം LDF MLA-മാർ അവരുടെ മണ്ഡലത്തിൽ വളരെ ശക്തരാണ്. ഉദാഹരണത്തിന് തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ് ഞാൻ പറഞ്ഞു. ഇനി അരുവിക്കര എടുക്കാം. അരുവിക്കര സ്റ്റീഫനെ തോൽപ്പിക്കാൻ MM ഹസനെ ഇറക്കേണ്ട, ഒരു വയോവൃദ്ധനായ MM ഹസനെ ഇറക്കേണ്ട ഗതികേടിലാണ് കോൺഗ്രസ്. അവിടെ സ്റ്റീഫന് എതിരായി ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കോൺഗ്രസിന് ഇതുവരേക്കും കഴിഞ്ഞിട്ടില്ല. ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ കോട്ടയായിരുന്നു അരുവിക്കര. കാട്ടാക്കട IB സതീഷ്, ഈ സിറ്റിംഗ് MLA-മാരെല്ലാം വീണ്ടും മത്സരിക്കും, നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന MLA-മാരെല്ലാം വീണ്ടും മത്സരിക്കുമെന്ന് പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാട്ടാക്കട IB സതീഷ് ജനകീയനായ MLA ആണ്. അദ്ദേഹം 2 പ്രാവശ്യമാണ് അവിടെ നിന്ന് ജയിച്ചത്. അപ്പോൾ അദ്ദേഹത്തെ കവച്ചു വയ്ക്കുന്ന ഒരു നേതാവിനെ ഇറക്കാൻ UDFന് കഴിയില്ല എന്നുള്ളതാണ് UDFിൻ്റെ ഒരു വലിയൊരു പരാജയം. തിരുവനന്തപുരത്തിൻ്റെ സ്ഥിതി മാത്രമല്ല, പലയിടത്തും അങ്ങനെ തന്നെയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDFന് അഭിമാനമായ നേട്ടം കൈവരിച്ചത് കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ലയിൽ പ്രത്യേക പാക്കേജുകൾ അനുവദിച്ചുകൊണ്ട് കൊല്ലം ജില്ല തിരികെ പിടിക്കാനുള്ള കഠിന ശ്രമത്തിലാണ് പിണറായി വിജയൻ. ഈ ക്ഷേമ പെൻഷൻ 2000-ൽ നിന്ന് 2500 ആക്കുമെന്ന പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകും. ക്ഷേമ പെൻഷൻ കൊടുത്തു തുടങ്ങും. അതുപോലെ ജോലിയില്ലാത്ത വീട്ടമ്മമാർക്ക് 1000 രൂപ കിട്ടുന്ന പദ്ധതി, അത് നടപ്പാക്കാൻ പോവുകയാണ്. ഇങ്ങനെയുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഒരു പെരുമഴ കൊണ്ട് ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ തന്നെ അതിനെ കവർ ചെയ്ത്, അതിനെ ഓവർടേക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ പിണറായി വിജയന് സാധിക്കും. അതുകൊണ്ടാണ് അദ്ദേഹം 110 സീറ്റുകൾ എന്ന് പറഞ്ഞത്. അതിനുള്ള പ്രോജക്റ്റ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അതാണ് പിണറായി വിജയൻ്റെ പ്രത്യേകത. പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ പിണക്കുന്നില്ല, സുകുമാരൻ നായരെ പിണക്കുന്നില്ല. NSSനെയും SNDPയെയും കയ്യിലെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത് ചില്ലറ കാര്യമൊന്നുമല്ല. ആര് വിചാരിച്ചിട്ടും BS അച്യുതാനന്ദൻ്റെ കാലത്തൊക്കെ NSSും SNDPയും ഇടതുപക്ഷത്തിൽ നിന്ന് ഒരുപാട് അകന്ന് പോയിരുന്നു. പക്ഷേ ഈ 2 സമുദായങ്ങളെ, ഹിന്ദു സമുദായത്തിലെ 2 പ്രമുഖ സമുദായങ്ങളെ കയ്യിലെടുക്കാൻ പിണറായി വിജയന് കഴിഞ്ഞു എന്നുള്ളത് ശ്രദ്ധേയം. ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള എന്നും വിഷയമാകില്ല. സ്വർണ്ണക്കൊള്ളയിൽ അടൂർ പ്രകാശ്, സോണിയാഗാന്ധി, ഇങ്ങനെ പോകുന്നു കാര്യങ്ങളുടെ പോക്ക്. അതുകൊണ്ട് സ്വർണ്ണക്കൊള്ള ഒരു രാഷ്ട്രീയ വിഷയമാക്കാൻ ഇനി UDFന് കഴിയത്തുമില്ല. ഇതുകൊണ്ടാണ് ധൈര്യമായി പിണറായി വിജയൻ പറയുന്നത് LDF 110 സീറ്റുകൾ നേടുമെന്ന്.